ഞങ്ങൾ ഈ വാർത്ത മലയാളി ഇങ്ങനെ കാണാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്ന ഒരു ഫേസാണ്. അത് അന്ന് കണ്ട പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുവാണ്. ഈ വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഈ മുഖത്തിനോ ഒരു ഒരു മാറ്റവും വന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? അത് പക്ഷേ ശരിക്കും എനിക്ക് തോന്നുന്നതേ, ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തമാശയ്ക്കും കാര്യമായിട്ടും ഒക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷൻ പൊതുവേ അങ്ങനെ വയസ്സായിട്ടില്ല. ഇപ്പൊ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ് വാട്സപ്പും ഒക്കെ ഇല്ലേ. അപ്പം ഒരുപാട് പേരും ദേ ഡോണ്ട് ചേഞ്ച്, ദേ ഹാവൻ ചേഞ്ച്ഡ്. ഒരുപാട് പേരും ദേ റിമെയിൻ സോ. എന്ന് വെച്ചാൽ മേ ബി ലൈക്ക് നമ്മളിപ്പോൾ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കും നമ്മുടെ പേഴ്സണൽ ഇതിനും ഹെൽത്തിനും, എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്റെ കൂടെ ഉള്ളവരെ ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഇതേ ചോദ്യം എല്ലാവരോടും ചോദിക്കേണ്ടി വരും. ആണല്ലേ? എന്നാലും ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അളക നന്ദാന്നൊക്കെ പറഞ്ഞ ആ വാർത്തയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം അത് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമില്ലേ? ആൾക്കാരൊക്കെ വന്നിട്ട് കാണുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു പ്രത്യേക സന്തോഷമില്ല. എനിക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. പഴയ മുഖം എന്നുള്ള ആ ഒരു ദൂരദർശനിൽ കാണുന്ന ഉള്ളൊരു മുഖം എന്നുള്ളൊരു ഫെമിലിയാരിറ്റി ഇപ്പം ഒരുപാട് ചാനലുകൾ ഒരുപാട് മുഖങ്ങളും ഇല്ല. അത് കൂട്ടത്തിൽ ഇങ്ങനെ ചില മുഖങ്ങൾ ഇങ്ങനെ പഴയതിൽ നിന്ന് ഇങ്ങനെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നെന്ന് വരുമ്പോൾ അത് ശരിയാണ്, ചിലർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ശരിക്കും എങ്ങനെയാ ഈ ഒരു രംഗത്തോട്ട് വരുന്നത്? അന്നത്തെ ഇപ്പം മാം തുടങ്ങിയത് ഒരു 92, 93 ആ വർഷം, ആ സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ വാർത്ത വായിക്കുന്നു, അതൊക്കെ തുടങ്ങി വരണം ഒരു സമയം. അപ്പൊ ആ സമയത്ത് ഇതൊരു മതി, എനിക്ക് ഈ ഒരു പ്രൊഫഷൻ അങ്ങ് തീരുമാനത്തിലൊക്കെ എങ്ങനെയാ എത്തുന്നത്? ഞാൻ ശരിക്കും അങ്ങനെ തീരുമാനിച്ചു വന്നല്ല. ഞാൻ MA ചെയ്യുമ്പോഴൊക്കെ അപ്പോഴത്തേക്ക് ദൂരദർശനുണ്ട്, നമുക്കിവിടെ ദൂരദർശനുണ്ട്. അന്ന് ഹേമലത, മായ അവരൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ MAക്ക് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയ്യപ്പ പണിക്കർ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് കാര്യവട്ടത്തല്ലായിരുന്നു, ഞങ്ങളുടെ ഓഫീസ് കോളേജ് ഇവിടെയായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ ക്യാമ്പസിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ ഇങ്ങനെ അയ്യപ്പ പണിക്കർ സാറും പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറൊക്കെയാണ്. എല്ലാ ടീച്ചേഴ്സും പിന്നെ എപ്പോഴും സെമിനാർസ്, ഇൻ്റർനാഷണൽ സെമിനാർസ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പേപ്പർ പ്രസൻറ്റേഷൻസ് കാണും MAക്ക് തന്നെ. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പം എൻ്റെ ഒരു ഫ്രണ്ട്, 1-2 ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്, നല്ല വോയിസ് എന്ന് വെച്ചാൽ ഒരു മോഡുലേഷനും ഒക്കെ നല്ലതാണ്, യു ഷുഡ് അപ്ലൈ ഇൻ ദൂരദർശൻ എന്ന് ചുമ്മാ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അക്കൂട്ടത്തിൽ ഒരാൾ ARL അതിൻ്റെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് കിട്ടി. ഇത് കഴിഞ്ഞ ഉടനെ അപ്പോൾ എന്നെ കൊണ്ട് ഫോം ഫില്ല് ചെയ്യിച്ച പോലും ഇല്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ. അവിടെ ഇപ്പൊ പോണ്ടിച്ചേരിയിലാണ്, അവരാ ഫില്ല് ചെയ്തൊക്കെ ബാക്കി. എന്നെ കൊണ്ട് പേരും എഴുതി ഒപ്പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ടു. അപ്പം ടെസ്റ്റിന് വിളിച്ചു, കിട്ടി. ആദ്യം അനൗൺസറായിട്ടായിരുന്നു, അത് 2 മാസം ഒരുമിച്ചാ കൊടുത്തെ. അത് അതിന്റെ കൂടെ തന്നെ മറ്റതിന്റെയും ടെസ്റ്റ് കഴിഞ്ഞു, കിട്ടി. ആക്സിഡന്റിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്തായിരുന്നു അപ്പൊ മനസ്സിൽ എന്തായിരുന്നു പഠിക്കുന്ന സമയത്ത് MA ചെയ്യുന്ന? അതൊരു രസമായിരുന്നു. MA കഴിഞ്ഞ ഉടനെയാണ് ഇത് കിട്ടുന്നത്. അപ്പം ഒരു രസമായിരുന്നു കിട്ടിയപ്പോൾ. എന്നുവെച്ചാൽ ഒരു ചുമ്മാ ഒരു ഫാൻസി, അതായത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് അതങ്ങനെ ജേർണലിസം ചെയ്യണം എന്ന് ഇടയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു.